Today, I'm going to talk to you about the poetic device refrain. Refrain is a line or group of lines repeated at intervals in a poem, often at the end of a stanza. അതായത് ഒരു പോയമിൽ ഒരു ലൈനോ ഗ്രൂപ്പ് ഓഫ് ലൈൻസോ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അത് സാധാരണ എൻഡ് ഓഫ് ദ സ്റ്റാൻസയാണ് വരുന്നതെങ്കിലും തുടക്കത്തിലുമൊക്കെ വരാം കേട്ടോ. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് റിതം, മ്യൂസിക്കൽ ഇഫക്റ്റ് ആൻഡ് ടു എംഫസൈസ് ദ കീ ഐഡിയ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബോബ് ഡിലാൻ്റെ ഒരു പോയം എടുക്കാം, ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഇവിടെ ദിസ് ഈസ് നോട്ട് എ പോയം, ദിസ് ഈസ് എ സോങ് ആൻഡ് ദ സോങ് ഈസ് റിട്ടൺ ആൻഡ് കമ്പോസ്ഡ് ബൈ ബോബ് ഡിലാൻ. അപ്പോൾ ആ പോയമിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് റിഫ്രെയിനിലോട്ട് കിടക്കാം. ആ പോയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ മീൻസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഡു നോട്ട് നീഡ് ആൻ ആൻസർ. ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് രണ്ട് ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ലൈൻസ് ഇങ്ങനെയാണ്: ദി ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദി ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദി ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദി ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഒറിജിനൽ ബോബ് ഡിലാൻ തന്നെ ചൊല്ലിയത് യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ പോയിന്റിൻ്റെ തന്നെ കീ ഐഡിയ എന്ന് പറയുന്നത് ദ ആൻസർ ഈസ് നോൺ ടു എവരി വൺ എന്നുള്ളതാണ്. അപ്പം അതാണ് ഇവിടെ റിഫ്രെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റിനെ എടുക്കാം. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയം ദ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്നുള്ളത്. ആ പോയമിനകത്ത് എൻഡിങ് ലൈൻസ് ആയിട്ട് വരുന്നത് and miles to go before I sleep, and miles to go before I sleep. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് തിയറി എന്ന് പറയുന്നത് എ പോയം ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം എന്നാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ആ പോയമിൻ്റെ കീ ഐഡിയ എൻഡിങ് ലൈൻസ് ആയിട്ട് റെഫ്രെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. ആൻഡ് വൺ മോർ തിങ്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് learning a poem is not acquisition of knowledge, it is enjoyment. So keep learning, enjoy learning. Okay, thank you.